ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കീസാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബട്ടർ എടുത്തിട്ട് ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇനി നല്ലപോലെ നമുക്ക് വിസ്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരുവം എത്തണ വരെ നമുക്കിത് വിസ്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല രീതിക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് നമ്മുടെ ബട്ടർ കിട്ടാനായിട്ട്. ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് രണ്ടും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടെക്സ്ചറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മൂടി വാനില എസൻസ് ആയിട്ട് ഒഴിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒരു കുക്കീസിൻ്റെ ഡോ പരുവത്തിലോട്ട് ആക്കിയെടുക്കാം. ഇതിപ്പോൾ ആ ഒരു ടെക്സ്ചറിലോട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ ഒതുക്ക് ഇത് ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാൻ ജസ്റ്റ് റൗണ്ട് ഷേപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഒരു വട്ടകയിലോട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഒത്താണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളുടെ കുക്കീസ് അതിൻ്റെ ഒതുക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കുക്കീസ് 20 മിനിറ്റിന് ശേഷം ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ ചൂടാറായി വന്നിട്ടുണ്ട്. ഇത് സെക്കൻഡായിട്ട് ഞാൻ ഡോ വേറെ ഉണ്ടായിരുന്നത് ബേക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ മൊത്തം നമുക്ക് ഇത്രയും കുക്കീസാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ബട്ടർ പേപ്പറിൽ നിന്ന് ഇളക്കി മാറ്റാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും, കറക്റ്റായിട്ട് കിട്ടില്ല. പയ്യെ വേണം നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കീസാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചോക്ലേറ്റൊക്കെ നല്ല രീതിക്ക് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ചോക്ലേറ്റൊക്കെ കാണാനുള്ള രീതിക്കുണ്ട്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള കുക്കീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.